ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിയൂണാണെങ്കിൽ പോലീസിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കിമ്മിൻ്റെ സ്ഥലത്തേക്ക് വരുന്നതാണ്. ആ ഒരു ടൈം കൊണ്ട് കിമ്മും അയാളുടെ ആൾക്കാരും സിയോക്കിനെയും സുഹോയിനെയും കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് കിമ്മാണെങ്കിൽ ഉടനെ തന്നെ ജിയോണിനെ കോൾ ചെയ്യുന്നുണ്ട്. ജിയോണിനാണെങ്കിൽ ഇയാളുടെ കോൾ എടുക്കാൻ താല്പര്യമില്ലെങ്കിലും എടുക്കേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ കോൾ എടുത്തിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയം കിമ്മ്, നീ ഇത് എവിടെ പോയി കിടക്കുക, പോലീസുകാർ നമ്മുടെ സ്ഥലത്തെത്താറായി, പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നോണം, നീയാണെങ്കിൽ യോങ്കീനെയും കൊണ്ട് വേണം വരാൻ, ഇല്ലെങ്കിൽ ചാനിനെ ഞാൻ ആർക്കെങ്കിലും വിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ചാനെന്ന് പറയുന്നത് ഇയാളുടെ അടുത്ത് മറ്റുള്ളവരെ പോലെ തന്നെ ഇങ്ങനെ പെട്ട് കിടക്കുന്നൊരു പയ്യനാണ്. ആ പയ്യനാണെങ്കിൽ ജിയോണിനും യോങ്കിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അത് കുഞ്ഞു പയ്യനുമാണ്. അപ്പോൾ അവനെന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ജിയോൺ താൻ വരാമെന്ന് പറയും കോൾ കെട്ടിയുന്നുണ്ട്. യോങ്കിനെയും കൊണ്ട് പോകാനാണ് പറഞ്ഞത്. എന്നാൽ കോൾ കട്ട് ചെയ്ത് കഴിയുന്നതും ജിയോണാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു സ്ഥലം വരെ പോവാം, പിന്നെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് താമസിക്കുക, ആരുടെയും കണ്ണി പെടാൻ നിൽക്കണ്ട, ഇപ്പം നീ പുറത്തിറങ്ങിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ യോങ്കിക്ക് എന്തൊക്കെയോ ഡൗട്ട് പോകുന്നുണ്ട്. ആ സമയമാണ് സിയൂൺ യോങ്കിനെ കോൾ ചെയ്യുന്നത്. ആ ടൈം കൊണ്ട് സിയൂണാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ വീട്ടിനകത്ത് കയറിയിട്ട് ആ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഇപ്പോൾ യോങ്കിനെ കോൾ ചെയ്തിട്ട്, നീ പറഞ്ഞ പോലെ ഞാൻ ആ വീട്ടിൽ കയറി, എന്നാൽ ഇവിടെ ആരുമില്ല, സുഹോയിനെ അയാൾ കൊണ്ടുപോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം യോങ്കിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വിത്ത് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അതേത് ആപ്പ് എന്നിങ്ങനെ സിയൂൺ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നിനക്കത് അറിയത്തില്ലേ, എനിക്കത് പെട്ടെന്ന് ഡൗൺലോഡ്, അതിലാണെങ്കിൽ എൻ്റെ നമ്പർ അടിക്കുക, അപ്പോൾ എൻ്റെ ലൊക്കേഷൻ നിനക്ക് കിട്ടും, എന്നിട്ട് ഞാൻ പോകുന്ന സെയിം ലൊക്കേഷനിലോട്ട് നീ വരണം, അവരെല്ലാവരും അവിടെ ഉണ്ട്, പിന്നെ വരുമ്പോൾ പോലീസിനെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിയോൺ ഓക്കെ എന്ന് പറയും കോൾ കട്ട് ചെയ്യാണ്. കോൾ കട്ടായോണ്ടേ യോങ്കി നേരെ ജിയോണിൻ്റെ അടുത്തേക്ക് എന്നിട്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നിൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞിട്ട് ജിയോണിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇതേസമയം സിയോണിനെ വീണ്ടും കാണിക്കുമ്പോൾ അവനാണെങ്കിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ യോങ്കി മെസ്സേജ് അയച്ചിട്ടും കൂടെ ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ സിയൂൺ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഇതേസമയം യോങ്കിനെയും ജിയോണിനെയും കാണിക്കുമ്പോൾ അവർ ആ ഒരു സ്ഥലത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. ഇതേസമയം കിമ്മിനെ കാണിക്കുമ്പോൾ കിമ്മും അയാളുടെ ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ട്. സുഹോയിനെയും സിയോക്കിനെയും അവരാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരിടത്ത് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സുഹോയ്ക്ക് നേരത്തെ തലയ്ക്കടി കിട്ടിയതുകൊണ്ട് തന്നെ ഇത്രയും നേരം ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ബോധം വരുന്നത്. അങ്ങനെ ബോധം വന്ന് നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് സിയോക്കും ഇരിക്കുന്നു. ഇതിപ്പോൾ വേറൊരു സ്ഥലത്തുമാണുള്ളത്. അങ്ങനെ സിയോക്കിനോട് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചപ്പോൾ, അത് പിന്നെ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എഴുതിയിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ വന്നതാ, എന്നാൽ ഞാനും ഇവിടെ ആയിപ്പോയെന്ന് പറയുന്നുണ്ട്. സുഹ അപ്പോൾ ചിരിച്ചോണ്ട് അത് കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സിയോക്കിൻ്റെ തോളിലിങ്ങനെ ചാരിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംസാരം കേൾക്കുമ്പോൾ കിമ്മിൻ്റെ ആൾക്കാരൊരാൾ വാടിച്ച് മിണ്ടാതിരിക്കാനായിട്ട് അവരോട് പറയാണ്. ആ സമയം സുഹോ, എന്തൊക്കെയാ ബ്രോ ഈ പറയുന്നത്, എന്നെ ഓൾറെഡി നിങ്ങളിങ്ങനെ കെട്ടി വെച്ചേക്കല്ലേ, പിന്നെ ഇതുവരെ ഒന്നും സിഗരറ്റൊന്നും വലിക്കാതെ നല്ലൊരു കുട്ടിയാവാനൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കൂടുതൽ ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാനായിട്ട് ആ ഒരാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആ സമയം ജിയോണും പിന്നെ യോങ്കി അവിടെ എത്താണ്. അങ്ങനെ അവിടെ എത്തിക്കഴിയുന്നതും ജിയോണിൻ്റെ അടുത്ത്, നീയാണോ പോലീസിനെ വരുത്തിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തത്, ഞാൻ നിനക്ക് താമസിക്കാൻ ഒരു സ്ഥലവും കഴിക്കാൻ ഫുഡൊക്കെ തന്നില്ലേ, ചെയ്യുന്ന ജോലിക്ക് പൈസയും തന്നില്ലേ, പിന്നെ നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജിയോണാണെങ്കിൽ എന്നെ അടിച്ചോളാനായിട്ട് പറയുന്നുണ്ട്, അതിന് മറുപടി കൊടുക്കാതെ. ആ സമയം കിമ്മ്, എനിക്കതല്ല വേണ്ടത്, ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ എന്നെ അടിച്ചോളാനായിട്ട് അവൻ വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ കിമ്മ് എഴുന്നേറ്റിട്ട് ദേഷ്യം വന്നതുകൊണ്ട് തന്നെ ജിയോണിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. നല്ലതുപോലെ അടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും യോങ്കിയാണെങ്കിൽ തടയാൻ നിൽക്കുകയാണ്. ആ സമയം കിമ്മ് യോങ്കിയുടെ അടുത്ത്, നീയാണോ പോലീസ് വരാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയത്, ഇവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കിമ്മിന് 2-3 പയ്യന്മാർ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ യോങ്കിക്കും പിന്നെ ജിയോണിനും വേണ്ടപ്പെട്ട പയ്യനായിട്ടുള്ള ചാൻ അവനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അവന് ഈ വർഷം 14 വയസ്സാവത്തേ ഉള്ളൂ. അവനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നിനക്ക് ഈ വർഷം 14 വയസ്സല്ലേ ആവുന്നത്, എന്തായാലും നന്നായി, ഞാനിപ്പോൾ അവന്മാരെയൊക്കെ കൊല്ലാൻ പോവാ, പക്ഷേ അത് നീ ഏറ്റെടുക്കണം, നീ പേടിക്കാനൊന്നും വേണ്ട, നീ കുഞ്ഞായതുകൊണ്ട് നിന്നെ എന്തായാലും ജയിലിലേക്ക് വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് നേരെ സുഹോയുടെ അടുത്തും സിയോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇതേസമയം സിയൂണിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു ലൊക്കേഷനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിമ്മിൻ്റെ അടുത്ത് എത്താറാവുന്നതും അവൻ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയം വീണ്ടും കിമ്മിനെ കാണിക്കുമ്പോൾ അയാളാണെങ്കിൽ സിയൂണിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ ആരെ ആദ്യം കത്തിയിട്ട് കുത്തേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൊല്ലാനായിട്ട് തന്നെ പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ആ സമയം പെട്ടെന്ന് ജിയോൺ എഴുന്നേറ്റ് വന്നിട്ട് ഇയാൾ അടിച്ച് മാറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഒരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ടാകുന്നുണ്ട്. സുഹോയും അവൻ്റെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് അങ്ങോട്ട് ഫൈറ്റിലേക്ക് കയറുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് സിയൂണും വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ നല്ല ഫൈറ്റ് കിടക്കുകയാണ്. അങ്ങനെ നല്ല ഫൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് കറക്റ്റ് പോലീസ് എത്തുന്നത്. പോലീസിനെ കാണുന്നത് കിം അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കിമ്മിനെ വിട്ട് കളയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ സിയൂണും പുറകെ പോവാണ്. പോലീസുകാർ കിമ്മിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ ആ സമയം കൊണ്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ സിയൂണാണെങ്കിൽ കിമ്മിൻ്റെ പുറകെ പോയി അവരാണെങ്കിൽ ഒരു പാർക്കൊക്കെ ഉള്ളൊരു ഏരിയയിൽ എത്തുന്നുണ്ട്. അങ്ങനെ സിയൂണ് പുറകെ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ
കിമ്മാണെങ്കിൽ അവൻ്റെ അടുത്ത് നീ എന്തിനാ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്, നിനക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സമാധാനം ആവത്തില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ സിയൂണിനെ ഉപദ്രവിക്കുകയാണ്. സിയൂണ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അങ്ങനെ സിയൂണിന് അപകടം പറ്റുന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് സുഹോയും എത്തുന്നത്. അങ്ങനെ സുഹോയും അയാളും ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ സിയൂണും അങ്ങോട്ടേക്ക് കയറിയിട്ട് രണ്ടുപേരും കൂടെ അയാളുടെ കാര്യത്തിൽ തീരുമാനമാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അടിച്ചിട്ട് അയാളുടെ ബോധം പോയി കഴിയുമ്പോൾ സുഹോ ആണെങ്കിൽ നിനക്ക് ഇയാളുടെ പുറകെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ, നീ ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് നീയും അങ്ങനെ തന്നെയാണെന്ന് പറയാം. അതിനുശേഷം ജിയോണിനെയും യോങ്കിനെയും പിന്നെ ചാനിനെയും കാണിക്കുമ്പോൾ അവരും പോലീസ് പിടിക്കാതെ മറ്റൊരു ഏരിയ വഴി ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് ജിയോണാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അവനാണെങ്കിൽ യോങ്കിനെയും ചാനിനെയും രക്ഷിക്കാനായിട്ട് പോലീസിന് പിടികൊടുക്കാൻ നിൽക്കുകയാണ്. ആ സമയം യോങ്കി ഇല്ല നീ ഞങ്ങളോട് വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല ഞാൻ കാരണമാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പെടേണ്ട അവസ്ഥ എന്നത് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിയോണിൻ്റെ പുറകെ വന്ന പോലീസ് അവനെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നൈറ്റ് ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് പോലീസാണെങ്കിൽ കിമ്മും അയാളുടെ ആൾക്കാരെല്ലാവരും തന്നെ കൊണ്ടുവന്ന് പോലീസ് വണ്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസാണെങ്കിൽ കിമ്മിനെ പോലീസ് വണ്ടിയിൽ കൊണ്ട് കയറ്റുന്ന സമയത്താണ് ജിയോൺ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കാണുന്നത്. ജിയോണിനെ കാണുമ്പോൾ തന്നെ നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത്, ജയിലിൽ നിന്ന് പുറത്തിറക്കട്ടെ നിന്നെ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയോണ് കിമ്മിൻ്റെ മൂക്കിനിട്ട് തന്നെ ഒന്ന് കൊടുത്തിട്ട് ഇനി നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് സുഹോയിനെ കാണിക്കുമ്പോൾ അവൻ അവിടെയുള്ള ഒരു ആംബുലൻസ് ഇരിക്കുമായിരുന്നു. ആ ടൈമിന് സിയോൺ വന്നിട്ട് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സൂപ്പ് കുടിക്കണം, എനിക്ക് കുടിക്കാൻ കൊതിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോണ് ഈ സമയത്ത് അതാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഹോ ആണെങ്കിൽ അത് പിന്നെ അതിൻ്റെ തലയിൽ നിന്ന് പോകുന്നില്ല, എനിക്കത് കുടിക്കണം, എനിക്കാണെങ്കിൽ കൊതിയാവുന്നു തന്നെ പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് സിയോക്ക് വരുന്നത്. ഇത്രയും നേരം സിയോക്കിനെ കാണാത്തത് കൊണ്ട് തന്നെ നീ ഇത് ഇത്ര നേരം എവിടെ പോയിരിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം അത് പിന്നെ ഫൈറ്റിൻ്റെ ഇടയിൽ സിയൂണിൻ്റെ ഫോൺ അവിടെ താഴെ വീണ് പോയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അന്വേഷിച്ച് അടക്കുമായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയത്. ഫോൺ ഓൺ ആവുന്നില്ല, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ സിയൂണിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുഹോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവന് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സിയൂണിനെയും സിയോക്കിനെയും കാണിക്കുകയാണെങ്കിൽ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ സിയൂണാണെങ്കിൽ ഐ ആം സോറി, ഞാനാണെങ്കിൽ സുഹോയിനെ ഒറ്റയ്ക്ക് കിമ്മിൻ്റെ കൂടെ വിടാൻ പാടില്ലായിരുന്നു, നീ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോക്കും ഞാനും സോറി ചോദിക്കണം, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആ ടാക്സിയിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് അങ്ങോട്ടേക്ക് ലോയറാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് വന്നിരുന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇവരുടെ അടുത്ത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലീനെ ഒന്നും തന്നെ ഈ ഒരു കാര്യവും പ്രശ്നമൊന്നും അറിയിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ കേസിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് സിയൂൺ നീ വീട്ടിൽ പോയിട്ട് ഇതൊന്നും നിൻ്റെ അച്ഛനെ അമ്മയെ അറിയിക്കരുത്, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ ഒരു കേസും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിയൂൺ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ കിമ്മല്ലാതെ ജിയോണോ ആരും തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കിമ്മ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ്, അതുകൊണ്ട് അവർക്ക് ഒത്തിരി ശിക്ഷയൊന്നും കൊടുക്കല്ലേ, കിമ്മിന് മാത്രം ഒത്തിരി ശിക്ഷ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ലോയർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിയൂൺ പോയി കഴിയുന്നതും എൻ്റെ അച്ഛനെയും നിങ്ങളിതൊന്നും അറിയിച്ചില്ലല്ലോ എന്നിങ്ങനെ സിയോക്ക് ചോദിക്കുകയാണ്. ആ സമയം നിൻ്റെ അച്ഛനെ ഞാൻ ഓൾറെഡി അറിയിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സിയോക്ക് എന്തിനാ അറിയിച്ചത്, എൻ്റെ അച്ഛൻ ഇത് അറിയാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ എന്നിങ്ങനെ ലോയറിനോട് ചോദിക്കുകയാണ്. ആ സമയം അയാൾ വാ നമുക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ചുകൊണ്ട് വേറൊരു റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം സിയൂണിനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോൾ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ജിയോണാണെങ്കിൽ അവനെ ശ്രദ്ധിച്ചിട്ട് സിയൂണിനെ വിളിച്ച ശേഷം നമുക്കിനി എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. സിയൂൺ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ജിയോണിന് ചെറിയൊരു ചിരി വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷൻ്റെ വീട്ടിൽ യോങ്കി നിൽക്കുന്ന കാണുന്നത്. അങ്ങനെ സിയൂൺ നേരെ അവളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എല്ലാവരും ഓക്കെ ആണോ, എല്ലാവരും എവിടെ ഇപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാവരും എവിടെയാണെന്ന് അറിയത്തില്ല, എനിക്ക് ആകെ ചാനിനെ മാത്രമേ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ, അവനിപ്പോൾ വീട്ടിലോട്ട് പോയി അവൻ ഓക്കെയാണ്, പിന്നെ ജിയോൺ എന്താ ചെയ്യുന്നത്, ആ സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ജിയോണിൻ്റെ അടുത്ത് പോലീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, അവൻ ഓക്കെയാണ്, നീ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സിയോക്കിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ലോയറാണെങ്കിൽ കിം ഉണ്ടായിരുന്ന ആ റൂമിൻ്റെ അകത്തേക്ക് സിയോക്കിനെ കൊണ്ടുവന്നിട്ട് ലോയറാണെങ്കിൽ സിയോക്കിൻ്റെ അടുത്ത് നീ കിമ്മിനെ നന്നായിട്ട് അടിക്കുക, അയാളും നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിയോക്കാണെങ്കിൽ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം കിമ്മാണെങ്കിൽ എന്താണ് നിനക്കെന്നെ അടിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ലോയറാണെങ്കിൽ കിമ്മിനെ എടുത്തിട്ട് അടിച്ചിട്ട് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ, വാടിച്ച് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അടിച്ച പോലെ തന്നെ ഇവനെ അടിച്ചോ, നിൻ്റെ അച്ഛൻ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല എന്ന് അടിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സിയോക്കാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത സിയൂണിനെ കാണിക്കുമ്പോൾ അവനും പിന്നെ യോംബിയും കൂടെ ആയിട്ട് ഇപ്പോൾ സുഹോനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. അങ്ങനെ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്ന ടൈമിന് സുഹോ ചോദിക്കുന്നുണ്ട് സിയോക്കാണെങ്കിൽ ഭയങ്കര റിച്ചായിട്ടുള്ള വല്ല പയ്യനുമാണോ, കാരണം അവൻ്റെ അച്ഛൻ്റെ സെക്രട്ടറി വന്നിട്ട് ഹോസ്പിറ്റൽ ബില്ലെല്ലാം അവർ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞു, എന്നാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു, അവൻ്റെ അച്ഛനാരാ
CEO വല്ലതുമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിയുവാണെങ്കിൽ അവൻ്റെ അച്ഛൻ പൊളിറ്റിക്സിലുള്ളതാ, അസംബ്ലി മാനാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് തന്നെയാണ് സിയുവിനും സുഹോയൊക്കെ ഇത് അറിയുന്നത്. ആ സമയം സുഹോ ഓ അങ്ങനെയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് യോങ്കി ഇന്ന് രാത്രി ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് സിയുവിൻ്റെ കൈയും പിടിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ സുഹോ നിങ്ങളുടെ ഒരു ഡേറ്റിംഗ് ആണെന്ന് ചോദിക്കുമ്പോൾ യോങ്കി ആണെങ്കിൽ അതേന്ന് പറയുന്നുണ്ട്. ആ സമയം സിയുവിന് അവളെ പിടിച്ച് മാറ്റിയിട്ട് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും അവളാണെങ്കിൽ അവനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സിയുൻ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ വീണ്ടും സുഹോവിനെയും യോങ്കിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. നേരത്തെ ആ ഒരു ആംബുലൻസിലിരിക്കുന്ന ടൈമിന് സുഹോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന് സൂപ്പ് കുടിക്കാനായിട്ട് കൊതിയാവുന്നു. അതുകൊണ്ട് തന്നെ അവന് സൂപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇത്രയും കെയറിങ് കാണിക്കുമ്പോഴത്തേക്ക് സുഹോ ആണെങ്കിൽ നിനക്ക് എന്താണ് പറ്റിയത്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലോ, ഭയങ്കര സ്നേഹമായിരിക്കുന്നല്ലോ, നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിയോനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സുഹോയുടെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. സുഹോ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോങ്കിക്കും ഫുഡ് വാങ്ങിച്ചതുകൊണ്ട് തന്നെ അവളും അവളുടെ ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത് സിയോക്കിനെ കാണിക്കുമ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള അവരുടെ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ്. ആ റൂമിൽ തന്നെ സിയോക്കും ഉണ്ടായിരുന്നു. സിയോക്കിനെ അവൻ്റെ അച്ഛനാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ പാൻറ്റ് മാത്രം ഇടിപ്പിച്ചിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഗോൾഫിൻ്റെ സ്റ്റിക്ക് എടുത്ത ശേഷം നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്, നിന്നെ ഞാൻ വളർത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ മുട്ടുകുത്തിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഫിൻ്റെ സ്റ്റിക്ക് ഇട്ടിട്ട് അവൻ്റെ ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ വേദനിച്ചിട്ട് കരയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ബൈ.